ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഭരണമായിരുന്നിട്ടും കേരളത്തിൻ്റെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായിരുന്നിട്ടും ഇതുവരെ പിണറായി വിജയനെ താങ്ങി നിർത്തിയത് ഇവിടുത്തെ മാധ്യമങ്ങളായിരുന്നു. എന്നാൽ അവർ തന്നെ ഇപ്പോൾ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. കോവിഡ് സമയത്ത് പിണറായി വിജയന് അതിമാനുഷിക പരിഗണന നൽകി വീണ്ടും അധികാരത്തിലെത്തിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു വാർത്താ ചാനലാണ് 24 ന്യൂസ്. ഈ ലോകസഭയിലും CPM-നെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പ്രവർത്തനം അവർ തുടങ്ങിയതുമാണ്. എന്നാൽ അവർക്കും കിട്ടി പിണറായി വിജയൻ്റെ ഫാസിസ്റ്റ് ഭരണത്തിൻ്റെ ശിക്ഷ. അതോടെ പിണറായി ഭക്തനായ ശ്രീകണ്ഠൻ നായർ തന്നെ തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. 24 റിപ്പോർട്ടർ വിനിത വിജിക്കെതിരെ 120(b) എന്ന ഗുരുതര വകുപ്പ് പ്രകാരം കുറുപ്പുംപടി പോലീസ് കേസെടുത്ത സംഭവത്തിൽ അതിരൂക്ഷമായി തിരിച്ചടിക്കുകയാണ് 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ. തൊഴിലെടുക്കാനുള്ള ഒരു സ്ത്രീയുടെ അവകാശത്തിന് മേലാണ് ഇപ്പോൾ വാളെടുത്തിരിക്കുന്നതെന്നും ഗുരുതര വകുപ്പുകൾ ചുമത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്നും ചീഫ് എഡിറ്റർ ആവശ്യപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, തങ്ങൾക്ക് ഈ പോലീസിൻ്റെ ഒരാവശ്യമില്ലെന്നും കേസ് നിയമപരമായി തന്നെ നേരിടുമെന്നും മുന്നറിയിപ്പ് നൽകിയ ശ്രീകണ്ഠൻ നായർ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പോകുന്നത് വളരെ അപകടകരമായ അവസ്ഥയിലാണെന്നുള്ള ഓർമ്മപ്പെടുത്തലും പിണറായിയോട് നടത്തിയിരിക്കുന്നു ശ്രീകണ്ഠൻ നായർ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. യഥാർത്ഥത്തിൽ ഈ കേരള പോലീസിൽ തന്നെ ഒരു സംഘം ആളുകളുണ്ട് ഈ മന്ത്രിസഭയെ കരിവാരിത്തേക്കാൻ എനിക്ക് സംശയമുണ്ട്. കാരണം എത്ര അപഹാസ്യമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു റബ്ബർ ഷൂ എറിഞ്ഞാൽ ഒരു കവചിതമായ ഒരു ബസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾ പരിക്കേറ്റ് അവർ കൊല ചെയ്യപ്പെടും എന്ന് കണ്ടുപിടിച്ച ലോകത്തിലെ ആദ്യത്തെ പോലീസ് സേന എന്നുള്ള ഖ്യാതി കേരള പോലീസിനാണ്. യഥാർത്ഥത്തിൽ എത്രയോ നല്ല പോലീസ് ഓഫീസേഴ്സ് ഉള്ള ഒരു സേനയാണ് നമുക്കുള്ളത്. ആ സേനയുടെ മുഖത്ത് കരിവാരിത്തേക്കാൻ ഏതോ 2-3 ഉദ്യോഗസ്ഥന്മാർ നടത്തിയ ഗൂഢാലോചനയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളെ ഈ ജയിലും പോലീസും ഒന്നും പറഞ്ഞ് പേടിപ്പിക്കേണ്ട. നമ്മളിതുപോലെ നേരത്തെ അറസ്റ്റൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ വിനീത വിജി ഒറ്റയ്ക്കായിരിക്കില്ല ഈ കേസിന് പോകുന്നത്. VD സതീശൻ പറഞ്ഞ പോലല്ല. ഞങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്നുള്ളവരല്ല. ഞങ്ങൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഈ കൂടെ നിൽക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും പോയി അറസ്റ്റ് വരികയും അവിടെ കിടക്കും. ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ ഈ സർക്കാരിനോട് പറയാനുള്ളൂ. അതായത് ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അവരെ ഞങ്ങൾ ആലോചിച്ച് ഡ്യൂട്ടിയിലിട്ട് ഒരു സ്ഥലത്ത് പോയി ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഈ കടയടച്ചിട്ട് വീട്ടിൽ പോകും. അത് നിങ്ങൾ തീരുമാനിച്ചോളൂ. മാത്രമല്ല, സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പോകുന്ന വഴി വളരെ മോശപ്പെട്ട വഴിയാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യമൊന്നും ആവശ്യമില്ല. ഞങ്ങൾ നീതിന്യായാസനത്തിൻ്റെ സഹായം തേടും. ഞങ്ങൾക്ക് നീതി അവിടെ ലഭിക്കും, കോടതി ലഭിക്കും. ഈ പോലീസ് സേനയല്ലേ പെരുമ്പാവൂരിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി മജിസ്ട്രേറ്റ് ചോദിച്ച ഒരു ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞോ? ഒരു യഥാർത്ഥത്തിൽ ഈ 308 അവരിട്ടപ്പോൾ IPC 308 ഇട്ടപ്പോൾ ഇത് വധശ്രമത്തിനുള്ള വകുപ്പ് ഇതിൽ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കേരള പോലീസിന് മറുപടി ഉണ്ടായോ? 120(b) ഇട്ടിരിക്കുകയാണ് ഒരു വനിതാ മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ. സ്വതന്ത്രമായി തൻ്റെ ജോലി എടുക്കാൻ വേണ്ടി ജോലി സ്ഥലത്ത് ഈ ഓടക്കാലി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പട്ടാപ്പകൽ ജനങ്ങൾ മുഴുവൻ കാണുകയും അത് തത്സമയം 24 വഴി സംപ്രേഷണം ചെയ്യുകയും ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് കാണുകയും ചെയ്ത ഒരു കാര്യത്തിൽ വധശ്രമത്തിൻ്റെ ഗൂഢാലോചനയിൽ ഈ വിനീത വിജി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, ഒരു തൊഴിലെടുക്കാനുള്ള ഒരു സ്ത്രീയുടെ അവകാശത്തിന് നേരെയാണ് അയാൾ വാളെടുത്തിരിക്കുന്നത്. അയാളോട് പൊറുക്കാനും ക്ഷമിക്കാനും നിങ്ങൾ കഴിയില്ല. ഞങ്ങൾക്ക് കേരളത്തിൽ കോടതിയുണ്ട്. കോടതിയിൽ ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് ഈ മന്ത്രിമാരോടും ബസ്സിൽ സഞ്ചരിച്ച മുഖ്യമന്ത്രിയോടും പറയാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് കേരള പോലീസിലെ ആളുകൾ ഞങ്ങളെ വരട്ടാൻ നോക്കണ്ട. എന്തായാലും ഞങ്ങൾ പേന ഉന്തുന്നവരാണെങ്കിൽ, മാധ്യമപ്രവർത്തനം തൊഴിലായി സ്വീകരിച്ചവരാണെങ്കിൽ അവസാനം വരെ അടരാടാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതൊരു ചീഫ് എഡിറ്ററുടെ വാക്കുകളായിട്ട് കാണണ്ട. കഴിഞ്ഞ 30 കൊല്ലത്തിലധികമായി, ഏകദേശം 40 കൊല്ലത്തോളമായി കേരളത്തിലെ മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ഒരാളിൻ്റെ വാക്കുകളായിട്ട് നിങ്ങൾ പരിഗണിച്ചാൽ മതി. ഇത് ആദ്യ തവണയല്ല, ഇത് 2ാം തവണയാണ്. ആദ്യ തവണ നമ്മൾ പൊട്ടന്ന് വെച്ചു. 2ാം തവണ വിനീത എന്ന് ഒരു സാധു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ പത്രപ്രവർത്തനം നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടോ? ഇതെന്തോ വെള്ളരിക്കപ്പെട്ടണോ? ഇത് നാടൊട്ടുക്ക് നവകേരള സദസ്സ് കൊണ്ടു കിടക്കുന്നു വെച്ച് എല്ലാ പത്രപ്രവർത്തകരും വീട്ടിൽ കയറി കഥടച്ചിരിക്കണോ? എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? മാത്രമല്ല, ഇത്തരം പോലീസ് സേന, കേരളത്തിലെ പുഴുക്കുത്തേൽക്കുന്ന ഇത്തരം പോലീസ് സേനയിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം. മാത്രമല്ല, ഈ 120(b) ഇട്ട് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരെ വളരെ അപഹസിക്കാനും അപലപിക്കാനും അവരുടെ മുഖത്ത് കരിവാരിത്തേക്കാനും ശ്രമിച്ച ഈ പോലീസ് ഓഫീസർ ആരായാലും അയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് മാത്രമല്ല, ഞങ്ങൾ അയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. കാരണം ഞങ്ങൾ കോടതിക്ക് പോയിക്കോളാം. ഞങ്ങൾക്ക് പോലീസ് സേനയുടെ സഹായം ഇക്കാര്യത്തിൽ ആവശ്യമില്ല.